ഹലോ ഫ്രണ്ട്സ്, ഞാനപ്പോൾ ഇന്നൊരു കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. വീഡിയോസ് ഇട്ടിട്ട് കുറച്ചായി. അപ്പോൾ ഇന്ന് ഞാനൊരു കപ്പ കൊണ്ടുള്ള പായസം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പായസം എന്താണെന്ന് നോക്കാം. ബായോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് മുമ്പേ കാണിച്ച് കപ്പ കട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ടേ, ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് വേണം നമുക്ക് വേവിക്കാൻ. കാരണം ഈ ഒരു കയ്പുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് പഞ്ചസാര ഇടുമ്പോൾ ഇതിന് മധുരം പിടിക്കും. കയ്പില്ലാത്തതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, ഞാനിത് അടുപ്പത്ത് വെക്കാം. അപ്പൊ ഇതിനി വേവട്ടെ. കപ്പ വെച്ചു. പാല് ഞാൻ 1/2 കവർ പാലെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് ഇതും ഒന്ന് അപ്പുറത്തെ സൈഡിൽ വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേനും കപ്പ സെറ്റ് ആവും. കപ്പ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് വേഗം താമസം ഉണ്ടെന്ന് തോന്നുന്നു. കയ്പുണ്ടോന്ന് മാത്രം അറിയില്ല. ഞാൻ പഞ്ചസാര 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പാല് തിളച്ചു. തീ കുറച്ച് വെച്ചിരിക്കുക. അപ്പൊ എന്റെ കപ്പ വലുതായിട്ട് വെന്തിട്ടില്ലായിരുന്നു. ഇച്ചിരി വെന്ത കപ്പയാണ് വേണ്ടത്. നിങ്ങൾ എടുക്കുമ്പോൾ വെന്ത കപ്പയാണെങ്കിൽ മാത്രമേ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ. വെന്ത കപ്പയാണെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഞാൻ എന്തായാലും പാലിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി പാല് കിടന്ന് കുറച്ച് വേവുമെന്ന് നോക്കാം. ഇനി പാല് കിടന്ന് വേവട്ടെ. നമുക്കിത് ഏലക്ക ഇട്ട് കൊടുക്കാം. 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര, മുമ്പ് വേവിക്കുമ്പോൾ ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇപ്പം ഒരു 2-2.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പൊ നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് അതിലേക്ക് കാഷ്നട്ടൊക്കെ വറുത്തതിടാം. ഇത് കപ്പ ഇച്ചിരി മറ്റേ വേകുന്ന കപ്പയാണെങ്കിൽ സൂപ്പറാണ്. നല്ല ഇച്ചിരി വേഗം നന്ദുമായിട്ടുള്ള പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം.